കുട്ടികൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സേഫ് ആണോ എന്നുള്ളതാണ്. അമ്മയുടെ മടിത്തട്ടിലാണ് മിക്ക കുട്ടികളും നമ്മൾ കാണുന്നത് ട്രാവൽ ചെയ്യുന്നത്. അതിൻ്റെ പുറകിലുള്ള ഫിസിക്സ് നോക്കുമ്പോൾ അതൊരിക്കലും സേഫ് അല്ല. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് മാത്രം ഒരിക്കലും കുട്ടിക്ക് പോരാ. കുട്ടിക്ക് എപ്പോഴും ഒരു കാർ സീറ്റ് പ്രായത്തിനനുസരിച്ച് വേണം. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണിന് അത്രയും വിലയില്ല ഇതിലൊരു കാർ സീറ്റിൽ. 13 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് പിൻ സീറ്റിലേ സഞ്ചരിക്കാവും, മുൻ സീറ്റിൽ സഞ്ചരിക്കരുത്. അമ്മ മടിത്തട്ടിൽ ഉറങ്ങുന്നേക്കാൾ സുഖമായ കാറിൽ അമ്മ മടിത്തട്ടിൽ ഉറങ്ങാനും പറ്റും. അമ്മയ്ക്കും ഡ്രൈവറിനും അത് കോൺഫിഡൻസ് നൽകും, കുട്ടി സേഫാണ്. നമസ്കാരം. 10 മാസം പ്രായമായ ആലിൻ ഷെറിൻ എബ്രാഹിമിൻ്റെ ആകസ്മികമായ വേർപാട് നമ്മളെ എല്ലാവരെയും നൊമ്പരത്തിലാഴ്ത്തിയിരുന്നു. കോട്ടയം പള്ളത്തുണ്ടായ ഒരു അപകടത്തിലാണ് ആലിൻ നമ്മെ വിട്ട് പിരിഞ്ഞത്. ഇതിനുശേഷം കുട്ടികൾ കാർ യാത്ര നടത്തുമ്പോൾ അവർ എത്രത്തോളം സുരക്ഷിതരാണ് എന്നുള്ള കാര്യങ്ങൾ ചർച്ചയാകുകയാണ്. കുട്ടികൾക്ക് വാഹനത്തിനുള്ളിൽ ബേബി സീറ്റുകൾ നിർബന്ധമാക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിൻ്റെ നിർദ്ദേശമുണ്ടെങ്കിലും ഇപ്പോൾ പലരും അത് പാലിക്കപ്പെടുന്നില്ല. ഈ സാഹചര്യത്തിൽ തിരുവല്ല ബിലീവേഴ്സ് മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയായ ഡോക്ടർ ജിജോ ജോസഫ് ജോൺ നമ്മളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോസഫ് ജോൺ. ബിലീവേഴ്സ് പീഡിയാട്രിക്സ് വിഭാഗത്തിൻ്റെ ഹെഡായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു ന്യൂസായിട്ട് ഇപ്പോൾ ഒത്തിരി നമ്മൾ കേൾക്കുകയുണ്ടായി, കുട്ടികളുടെ ആക്സിഡൻറ്റ് ഉണ്ടാകുന്നു. നമുക്ക് കേരളത്തിൽ ഇപ്പം ഏറ്റവും കുഞ്ഞു കുട്ടി ഒത്തിരി പേർക്ക് നമുക്ക് ഓർഗൻ അഭയം നടത്തി അതിൽ സഹായിച്ച അല്ലെങ്കിൽ അത് ഡിസിഷൻ എടുത്ത പേരൻസിൻ്റെ ആ ഡിസിഷൻ വളരെ വളരെ ഉത്തമമായ ഡിസിഷനാണ്. ആ ഒരു ഡിസിഷൻ എളുപ്പമുള്ള ഡിസിഷനല്ല. പക്ഷേ അതിൻ്റെ പിന്നാമ്പുറത്ത് നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, ഇങ്ങനെയുള്ള കുട്ടികൾ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സേഫ് ആണോ എന്നുള്ളതാണ്. അമ്മയുടെ മടിത്തട്ടിലാണ് മിക്ക കുട്ടികളും നമ്മൾ കാണുന്നത് ട്രാവൽ ചെയ്യുന്നത്. അത് അവരുടെ പ്രായത്തിൽ നമ്മൾ നോക്കുമ്പം മുഴുവൻ സമയം വീട്ടിലെടുത്തുകൊണ്ട് നടക്കുന്ന അമ്മയാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അതുപോലെ തന്നെ വന്ന് വണ്ടിയിൽ ഇരിക്കുമ്പോൾ അമ്മയുടെ മടിയിലാണ് അമ്മ എപ്പോഴും സേഫായിട്ട് കരുതുന്നത്. അതിൻ്റെ പുറകിലുള്ള ഫിസിക്സ് നോക്കുമ്പോൾ അതൊരിക്കലും സേഫ് അല്ല. അമ്മയുടെ കയ്യിൽ കുട്ടി സേഫാണ് അമ്മ കരുതുമ്പോഴും ഫിസിക്സ് അടിസ്ഥാനത്തിൽ അത് സേഫ് അല്ല. കാരണം ഒരു 50 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന വണ്ടിയാണെങ്കിലും ഒന്ന് ആഞ്ഞ് ബ്രേക്ക് പിടിച്ച് ചവിട്ടുകയോ അതല്ല ഒന്ന് ഇടിക്കുകയോ ചെയ്യുവാണെങ്കിൽ ഈ 10 കിലോയുള്ള ഒരു വയസ്സുള്ള കുട്ടിക്ക് ഭാരം 300 കിലോയോളം വരും. കാരണം അത്രമാത്രം വേഗത കാണും, കുട്ടി അത്രയും വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത്. എത്ര ശക്തിയുള്ള ഒരു അമ്മയാണെങ്കിൽ അമ്മയുടെ കയ്യിൽ ആ കുട്ടി ഇരിക്കാൻ പോകുന്നില്ല. കുട്ടി നേരെ പോകുന്ന മുന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡാഷ്ബോർഡോ വിൻഷീൽഡോ ഒക്കെയാണ് ഡയറക്റ്റ് ഇഞ്ചുറി വരുന്നത്. അതൊരു ഭാഗം. രണ്ടാം ഭാഗം, അപ്പം ഒത്തിരി അമ്മമാർ ചോദിക്കും, നിങ്ങൾ സീറ്റ് ബെൽറ്റ് ഇട്ട് അമ്മയെ മടിയിൽ ഇരുത്തിയിട്ട് കുട്ടിയെ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുക. അതിനകത്തുണ്ടാകുന്ന പ്രയാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ എല്ലാ വണ്ടികൾക്കും 5 സ്റ്റാറും കാര്യങ്ങളും വരുമ്പോഴത്തേക്കും എല്ലാത്തിനകത്തും ഇപ്പം കമ്പൽസറി ആയിട്ട് എയർ ബാഗ്സ് ഉണ്ട്. എയർ ബാഗ് വരുന്നത് അവിടെ ഇരിക്കുന്ന ആളെ പ്രൊട്ടക്റ്റ് ചെയ്യണം. അപ്പോൾ അത്രയേറെ എക്സ്പ്ലോസീവായിട്ട് എയർ ബാഗ് വന്നാലേ ഉള്ളൂ പ്രൊട്ടക്ഷൻ കിട്ടത്തുള്ളൂ. ഒരു 300 കിലോമീറ്റർ സ്പീഡ് അവറിലൊക്കെ ആയിരിക്കും എയർ ബാഗ് എന്നോട്ട് പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ആ സ്പീഡിൽ വരുമ്പോൾ കുട്ടിക്ക് അത് താങ്ങാനുള്ള ഒരു ഫിസിക്കലി പോസിബിൾ അല്ല. അപ്പം ഒത്തിരി ആന്തരിക ഇഞ്ചുറീസും ഹെഡ് ഇഞ്ചുറീസും ഒക്കെ അത് കാരണം നമുക്ക് വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് സീറ്റ് ബെൽറ്റ് മാത്രം ഒരിക്കലും കുട്ടിക്ക് പോരാ. കുട്ടിക്ക് എപ്പോഴും ഒരു കാർ സീറ്റ് പ്രായത്തിനനുസരിച്ച് വേണം. അത് കുട്ടിയുടെ പ്രായമനുസരിച്ച് എപ്പോഴും മുൻവശത്ത് വേണം കുട്ടി ഇരിക്കാനും. അതും സീറ്റ് ബെൽറ്റ് മാത്രമല്ല, കാർ സീറ്റ് വെച്ച് തന്നെ വേണം കുട്ടി ഇരിക്കാൻ. ഇതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ UK, UAE അങ്ങനെയുള്ള ഡെവലപ്പ് നേഷൻസിലൊക്കെ നമ്മുടെ കുട്ടി ഡിസ്ചാർജ് ആകണമെങ്കിൽ കാർ സീറ്റ് ഉണ്ട്, കാർ സീറ്റ് ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തിട്ട് അത് പഠിപ്പിച്ചിട്ടേ കുട്ടി ഡിസ്ചാർജ് പോലും ചെയ്തുള്ളൂ. അതല്ലാതെ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അത്രമാത്രം നിർബന്ധമുള്ളൊരു റൂളാണ്. അത് നമുക്ക് ഒത്തിരി ആൾക്കാർക്ക് അറിവില്ലായ്മ കൊണ്ടും ഒത്തിരി പേർക്കും ഇത് ഏത് പ്രായത്തിൽ കൊടുക്കണം എന്ന് അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. പക്ഷെ ഇതിനെപ്പറ്റി ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇടയ്ക്കൊരു നിയമം വന്നിരുന്നു, അത് വാഹനങ്ങൾ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിയമം വന്നിരുന്നു. പിന്നെ ആ സമയത്ത് ഇതിനകത്ത് വില കൂടുതലാണ്, പിന്നെ ഇത് പ്രായോഗികമായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ, ഇത്രയും ഇത് ചെയ്യാൻ പറ്റും എന്നുള്ള പല കാരണങ്ങൾ കൊണ്ടാണ് അതൊന്ന് മാറിപ്പോയത്. പക്ഷേ ഇതിപ്പോൾ ഒരു അത്യാവശ്യമാണെന്നൊരു പേരൻറ്റ് മനസ്സിലാക്കിയാൽ ഇത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോണിന് അത്രയും വിലയില്ല ഇതിലൊരു കാർ സീറ്റിൽ. ഒരു കാർ സീറ്റ് മിനിമം 2 മുതൽ 5 വർഷം വരെ നമുക്ക് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ള കൊച്ചിന് 28 കെട്ടിനോ അല്ലെങ്കിൽ ആദ്യത്തെ ബർത്ത്ഡേക്കോ കൊടുക്കേണ്ട ഒരു ഗിഫ്റ്റ് ഒരു കാർ സീറ്റ് കൊടുക്കാമെങ്കിൽ തന്നെ ഈ വിഷയങ്ങൾ ഒത്തിരി മാറും. വേറെ കാരണങ്ങളൊക്കെ എന്താണ്? ഇത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പരിശോധന ഇല്ലാത്തതുകൊണ്ടാണ് മാത്രമാണോ? ഇതിനകത്തൊരു സ്ട്രിക്റ്റ് ആയിട്ടൊരു റൂള് വന്നത് കൊണ്ട് മാത്രമേ കേരളത്തിൽ എല്ലാവരും ശരിയാകൂ എന്നുണ്ടെങ്കിൽ ഇത് റൂൾ നിർബന്ധമായിട്ട് ആക്കണം. അതിന് ചെക്കിങ്ങും കാര്യങ്ങളും. ഇപ്പോൾ സീറ്റ് ബെൽറ്റ് നിയമം വന്നതിന് ശേഷം ഇപ്പോൾ എല്ലാവരും സീറ്റ് ബെൽറ്റ് ഇടുന്നുണ്ട്.
അത് ഇത്രമാത്രം സ്ട്രിക്റ്റ് ആണ്, നമുക്ക് ഇത്രമാത്രം ഇപ്പം ഒരു നിയമമായി ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് ഇന്ന ഡേറ്റിന് ശേഷം ഇത് എല്ലാവരും കമ്പൽസറി ആണ് എന്നൊരു റൂള് വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇത് എല്ലാവരും ഏൽക്കും. ഇതിനകത്ത് ഇത്രമാത്രം നീഡുണ്ട് എന്ന് വന്നാൽ നമുക്കിപ്പം ഇന്ത്യയിൽ ഇതിനും വിലക്കുറവിൽ ചിലപ്പോൾ കാർ സീറ്റ് നമുക്ക് ഉണ്ടാക്കാനും ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് അത് എല്ലാ മുന്നോട്ട് പോകുന്ന എല്ലാ വണ്ടികളും നിരത്തിലോട്ട് കൊടുക്കുമ്പം ഇൻഷുറൻസ് കമ്പൽസറി ഉള്ള പോലെ ഒരു കാർ സീറ്റ് ഇതിൻ്റെ ഭാഗമായി കൊടുക്കണം എന്ന രീതിയിൽ വന്നാൽ പോലും പല രീതിയിലും ഇതിനെ പ്രാവർത്തികമാക്കാൻ പറ്റും. ശരിക്കും ഡോക്ടറൊക്കെ അത് യൂസ് ചെയ്യുന്നുണ്ടോ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ? എൻ്റെ വൈഫാണ് എന്നേക്കാൾ കൂടുതൽ ഇതിന് നിർബന്ധം പറഞ്ഞിരുന്നത്. അപ്പം അതിനെപ്പറ്റി ഞാൻ പോലും വായിച്ചത് ആ ഒരു സമയത്താണ്. അത് കാരണം എൻ്റെ കുട്ടി ജനിച്ച അന്ന് മുതൽ ആദ്യം മുതലേ കാർ സീറ്റിലായിരുന്നു. ഒരു 9 വയസ്സായപ്പോഴത്തേക്കും പൊക്കം വെച്ചു. പൊക്കം ഒരു 4 അടി 9 ഇഞ്ച് അല്ലെങ്കിൽ 145 സെൻറ്റിമീറ്റർ അതിൻ്റെ കണക്ക്. 145 സെൻറ്റിമീറ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുകുട്ടിയാണെങ്കിലും കാർ സീറ്റ് ഇല്ലാതെ കാറിൽ സഞ്ചരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. എങ്കിലും ആ ഒരു സ്ഥിതിയിൽ പോലും 13 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ട് പിൻ സീറ്റിലേ സഞ്ചരിക്കാവും, മുൻ സീറ്റിൽ സഞ്ചരിക്കരുത്. മറ്റൊരു കാര്യം പറഞ്ഞാൽ കുട്ടി സീറ്റിൽ ഇരിക്കില്ല എന്ന് പറയുന്നു, കരച്ചിലാണ്, അവർക്ക് അങ്ങനെ ശ്രദ്ധയില്ലാതെ വരുന്നത്. അത് സത്യമാണ് പറഞ്ഞത്. ഇപ്പം നമ്മളൊരു കുട്ടിയെ, ഒരു ചെറിയ കുട്ടി 2 വയസ്സിൽ 3 വയസ്സുള്ള കുട്ടി അല്ലെങ്കിൽ 1 വയസ്സുള്ള കുട്ടിയെ ആദ്യമായിട്ട് ഇരുത്തുമ്പോൾ അമ്മയും അച്ഛനും മുന്നിൽ ഇരിക്കുകയും കുട്ടി പുറകിൽ ഇരിക്കുകയും കാർ സീറ്റിൽ ഇരിക്കുകയാണെങ്കിൽ കുട്ടി എന്താണെങ്കിലും കരയും. പക്ഷേ നമുക്കിപ്പോൾ ഒരു കുട്ടിക്ക് കരഞ്ഞു എന്നതുകൊണ്ട് റോഡിൽ കളിക്കാൻ പോകണമെന്ന് കരയുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഇറക്കി വിടത്തില്ല. അല്ലെങ്കിൽ നമുക്കൊരു പനി ഉള്ളപ്പോൾ ആൻറ്റിബയോട്ടിക് കുടിക്കാൻ പാടാണ്, പക്ഷെ നമുക്കറിയാം അത് എന്തുമാത്രം ആവശ്യമുള്ളതാണ്. അപ്പം നമ്മൾ അതിനെ കുടിപ്പിക്കും. ഇതിൽ കുറച്ച് പ്രായോഗികമായി ചെയ്യേണ്ട കാര്യങ്ങൾ, ഒന്ന്, എത്രയും നേരത്തെ നമ്മൾ തുടങ്ങുന്നു അത്രയും എളുപ്പമാണ് കുട്ടി ഇതുമായി യൂസ് ടു ആകാനായിട്ട്. താമസം തുടങ്ങുമ്പോഴാണ് പ്രയാസം വരുന്നത്. ആദ്യത്തെ 2 വയസ്സ് വരെ നമ്മൾ പറയുന്നത് റിയർ ഫേസിങ് കാർ സീറ്റാണ്. റിയർ ഫേസിംഗ് എന്ന് പറയുമ്പോൾ പുറവശത്തെ സീറ്റിൽ അങ്ങോട്ട് തിരിഞ്ഞ്, അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ കുട്ടി അമ്മയെ കാണുന്നില്ല. ആ സമയങ്ങളിൽ അമ്മയ്ക്ക് പുറകിലിരിക്കാം. പിന്നെ ചില രീതിയിൽ ചിലയിടത്ത് നമുക്ക് മിറേഴ്സ് വെക്കാൻ പറ്റും. നമ്മൾ കുട്ടി തിരിഞ്ഞിരിക്കുമ്പോൾ അമ്മയുടെ അവിടെ ഗ്ലാസ്സിന് അവിടെ ഇവിടെ മിററും വെക്കാൻ, കുട്ടി നോക്കുമ്പോൾ അമ്മയുടെ മുഖം കുട്ടിക്ക് അതിലൂടെ കാണാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള പ്രാക്ടിക്കൽ സജഷൻസ് വെച്ച് ഒന്ന് യൂസ്ഡ് ആയാൽ, ഞങ്ങൾ എത്ര കഴിഞ്ഞാലും എന്നെ ഇതുവരെ ഇരുത്തു എന്ന് കുട്ടി മനസ്സിലാക്കി കഴിഞ്ഞാൽ കുട്ടി പയ്യെ അതിലിരിക്കും. അതിലാണ് കുട്ടി ആക്ച്വലി കൂടുതൽ കംഫർട്ടബിൾ. സുഖമായി അതിൽ ഉറങ്ങാൻ പറ്റും. അമ്മ മടിത്തട്ടിൽ ഉറങ്ങുന്നേക്കാൾ സുഖമായി കാറിൽ അമ്മ മടിത്തട്ടിൽ ഉറങ്ങാനും പറ്റും. അമ്മയ്ക്കും ഡ്രൈവറിനും അത് കോൺഫിഡൻസ് ചെലുത്തും, കുട്ടി സേഫാണ്, അതനുസരിച്ച് വണ്ടി ഓടിക്കുന്നതിൽ ചെയ്യാൻ പറ്റും. കുട്ടികളുടെ സുരക്ഷിത യാത്രയ്ക്ക് ഇത്തരത്തിലുള്ള സീറ്റുകൾ വേണമെന്നാണ് ഡോക്ടറുടെ അഭിപ്രായം. സ്ട്രോങ് ആയിട്ട് ഞാനും ഞങ്ങളുടെ ഇന്ത്യൻ അക്കാഡമി ഓഫ് പീഡിയാട്രിക്സിലും വളരെ സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡേഷൻ ഉള്ളതാണ്. എല്ലാ കുട്ടികളും 13 വയസ്സ് വരെ നമ്മൾക്ക് ഇൻ ജനറൽ സ്പെസിഫിക് ആയിട്ട് അഡൽട്ടിനെ പോലെ കരുതാതെ ഏജിനനുസരിച്ച് കാർ സീറ്റോ അതല്ലെങ്കിൽ കുറച്ചുകൂടെ വലുതാകുമ്പോൾ മുന്നോട്ട് ഫേസിലുള്ള കാർ സീറ്റും, ഒരു കുട്ടി കുറച്ച് സ്കൂളിൽ പോകുന്ന പ്രായം ആകുമ്പോഴത്തേക്കും നമ്മൾ ബൂസ്റ്റർ സീറ്റിലോട്ട് മാറ്റും. അതെല്ലാം പ്രായത്തിനും വെയിറ്റിനും അനുസരിച്ച് അതെല്ലാ കാർ സീറ്റ്സ് നമ്മളിപ്പോൾ കടകളിൽ മേടിക്കാൻ കിട്ടും, ഓൺലൈൻ ഇതിനകത്ത് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് വളരെ സ്പെസിഫിക് ആയിട്ട് അവർ എഴുതിയിട്ടുണ്ട്, ഇത് ഇന്ന കാർ സീറ്റ് ഇന്ന വെയിറ്റ് വരെ അല്ലെങ്കിൽ ഇന്ന പ്രായം വരെ ഇന്ന ഹൈറ്റ് വരെ അതനുസരിച്ച് അതിനകത്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ കാലത്ത് വണ്ടികൾക്കെല്ലാം ഐസോഫിക്സും വരുന്നുണ്ട്. മിക്ക കാറും ഐസോഫിക്സ് ഉള്ളത്. അപ്പോൾ ഐസോഫിക്സ് ഉള്ളപ്പോൾ ഇത് വെക്കാനും വളരെ എളുപ്പമാണ്. അതിനകത്തോടെ ചെറിയ ആർക്ക് വേണമെങ്കിലും വളരെ സിമ്പിളായിട്ട് വെക്കാവുന്ന കാര്യം, വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല വെക്കുന്നത്. വിലയാണ് വിഷയം വരുന്നത്. 5000 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതുണ്ട്. പിന്നെ നമ്മൾ എന്തുമാത്രം കൂട്ടിയത് മേടിക്കുന്നുള്ളൂ. അപ്പോൾ 5000 മുതൽ എൻ്റെ കണക്കൊരു 10-15 വരെ പോകുന്നു. പക്ഷെ ഒരിക്കലും ഒരു മൊബൈൽ ഫോണിന് അത്രയും വില ഇതിന് വരുന്നില്ല. പിന്നെ ഇത് നല്ലവണ്ണം നമ്മൾ യൂസ് ചെയ്യും, കൈമാറാം. ഒരു കുട്ടിയിൽ ഉപയോഗിച്ചതിന് ശേഷം അടുത്ത കുട്ടിയിലോട്ട് മാറാം. ഒന്നിലേറെ കുട്ടികളുണ്ടെങ്കിൽ പുറവശത്തെ സീറ്റിലും അത്രയും കുട്ടികൾ, ഓരോ കുട്ടിയും പ്രായത്തിനനുസരിച്ചുള്ള സീറ്റ് വേണം ഇരിക്കാനായിട്ട്. ബൈക്കിൽ യാത്ര ചെയ്യുന്ന കുട്ടികൾക്ക് ഒരിക്കലും സേഫ് അല്ല. നമ്മളതിൽ ഹെൽമെറ്റ് വെച്ചെന്ന് പറഞ്ഞാൽ പോലും സേഫ് അല്ല. അതിനകത്ത് ഒത്തിരി ഡേഞ്ചറുണ്ട്. ഇപ്പം ഒത്തിരി പേരും ചോദിക്കും, എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ കാർ സീറ്റിലാണോ ഇരുന്നത്? ഒരിക്കലും അല്ല. നമ്മൾ പണ്ട് ട്രാവൽ ചെയ്യുന്ന അംബാസിഡറിലും അല്ലെങ്കിൽ മാരുതി 800 ഒന്നും പറഞ്ഞ സീറ്റ് ബെൽറ്റ് പോലും പുറവശത്ത് നമ്മൾ ആരും ഉപയോഗിക്കാറില്ല എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇത്രയും എവിഡൻസ് ഉണ്ട്. ഇതിപ്പം WHO പറയുന്ന എവിഡൻസ് ഉണ്ട്, എല്ലാ അക്കാഡമിക് ബോഡീസും പറയുന്നുണ്ട് ഇത് ഇത്ര മാത്രം. അത് ഉപയോഗിച്ച രാജ്യങ്ങളിലെ കണക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പം അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയ നേഷൻസിൽ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേയും ഉപയോഗിച്ച ശേഷം എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ടെന്നുള്ള കണക്ക് നമുക്കറിയാം. ഇപ്പോഴത്തെ കണക്കിൽ പറയുന്നത് 40 മുതൽ 50ഓളം കുട്ടികൾ എല്ലാ ദിവസവും, കേരളത്തിലല്ല ഇന്ത്യയിൽ മൊത്തം കണക്കിനകത്ത് പല അപകടങ്ങൾക്ക് സാഹചര്യം വരുന്നുണ്ടെന്നുള്ളത്. അപ്പം അങ്ങനെ ഉള്ളപ്പോൾ നമ്മളാൽ ചെയ്യാൻ പറ്റുന്നത് വളരെ ഇതിന് എവിഡൻസ് ഉള്ളൊരു കാര്യമാകുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് വണ്ടികൾ കൂടുതൽ സേഫായി, റോഡുകൾ പണ്ടത്തെക്കാളും സേഫ് ആവുകയാണ്. നമ്മുടെ മാത്രം കൺട്രോളിലുള്ള അല്ല ഡ്രൈവിംഗ്, നമുക്കെതിരെ വരുന്നവർ ബാക്കി ഒത്തിരി നമ്മുടെ കൺട്രോളിലുള്ള അല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും മാക്സിമം പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്യാൻ ഏറ്റവും ഉചിതമായ കാര്യം ഒരു കാർ സീറ്റ് നമ്മുടെ ഭാഗമാക്കുക എന്നുള്ളതാണ്.